വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നൗ വിത്ത് Rameshvoice. പച്ച മലയാളത്തിലൂടെ കിട്ടിലം ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഫ്രേസുകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, വുഡ് യു മൈൻഡ് ആൻഡ് ഡു യു മൈൻഡ്. നിങ്ങൾ മിക്കവാറും നിങ്ങളിൽ ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പല സ്ഥലങ്ങളിലും ഇത് ഒരു ചെറിയ തെറ്റ് വരുത്തിയിട്ടാണ് പലരും ഇത് യൂസ് ചെയ്യണ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് തീരെ പരിചയമില്ലാത്തവർക്ക് ഒന്ന് പഠിക്കാം. അതോടൊപ്പം ആ തെറ്റ് വരുത്തുന്നവർക്ക് അതൊന്ന് കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. പൊലൈറ്റ് റിക്വസ്റ്റുകൾ നടത്താനായിട്ടാണ് ഈ രണ്ട് ഫ്രേസുകളും ഉപയോഗിക്കുന്നത്, അല്ലേ? വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. അപ്പം നമ്മൾ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇത് ഒന്ന് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ, അത് ഞാൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്യുമോ, അത് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ, ഇത് രണ്ടും വ്യത്യാസമുണ്ട് ഇതിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ, വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? ഞാനിവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരു സീറ്റ് ഒരാളിരിക്കുന്നു, മറ്റൊരു സീറ്റ് തൊട്ടടുത്ത് തന്നെയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെല്ലുമ്പോൾ, കോഫി ഷോപ്പിലൊക്കെ ഉള്ളപ്പോൾ രണ്ടുപേരിക്കുന്നു, പക്ഷേ അതേ ടേബിളിൻ്റെ അവിടെ തന്നെ ഒരു സീറ്റ് കൂടിയുണ്ട്, അല്ലെങ്കിൽ രണ്ട് സീറ്റ് കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സീറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഇതിൽ ഇരിക്കുന്നതിൽ അവർക്ക് വിരോധമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ. വുഡ് യു മൈൻഡ് ആണെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ. വേർബിൻ്റെ ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ഇതേ കാര്യം തന്നെ നമ്മൾ ഡു യു മൈൻഡ് വെച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. അവിടെ വേർബിൻ്റെ പ്രസൻറ്റ് സിമ്പിൾ, അതായത് അല്ലെങ്കിൽ ബേസ് ഫോം, അടിസ്ഥാനമായിട്ടുള്ള ആ ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് മറ്റൊരാൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിക്കാനായിട്ടാണ്. ഇനി മറ്റൊരാളോട് ഒരു കാര്യം ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്? ഇപ്പോൾ വിൻഡോ ഒന്ന് തുറക്കാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ എന്ന് ചോദിക്കണം. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ, അത് അദ്ദേഹത്തോടാണ് നമ്മൾ പറയണത്. നിങ്ങൾ ആ ജനലും തുറക്കുമോ, അതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഡു യു മൈൻഡ് വെച്ച് ചോദിക്കാം. ഡു യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ. രണ്ടും ശരിയാണ്, രണ്ടും ഒരേ മീനിങ് ആണ്. ഇനി ഇതേ കാര്യം തന്നെ ഡു യു മൈൻഡ് മീ ഓപ്പണിംഗ് ദ വിൻഡോ, ഡു യു മൈൻഡ് മൈ ഓപ്പണിംഗ് ദ വിൻഡോ എന്നൊക്കെ ചോദിച്ച് കേൾക്കാറുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫോമെങ്കിലും നിങ്ങൾ കൃത്യമാക്കിയാൽ മതി. നമ്മൾ പിന്നീടൊക്കെ നമ്മളുടെ ആവശ്യത്തിനപ്പുറത്തുള്ള അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് സൗകര്യം പോലെ പോകാം. ഇംഗ്ലീഷിൻ്റെ ഒരുപാട് ഡിസ്കഷൻ ഫോറംസ് ഉണ്ട്, അതിലൊക്കെ പോകാം. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒന്നോ രണ്ടോ കാര്യങ്ങൾ ആദ്യം പഠിക്കാം. ഇനി നമ്മളോടൊരാൾ വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ ഓർ ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ, ഡു യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് സമ്മതമാണെങ്കിൽ ഷുവർ, ഓഫ് കോഴ്സ്, നോ പ്രോബ്ലം, സെർട്ടൻലി എന്നൊക്കെ ആൻസർ ചെയ്യാം. ഇവിടെ ഷുവർ, ഓഫ് കോഴ്സ്, സെർട്ടൻലി എന്നൊക്കെ പറയുന്നത് വിരോധമുണ്ട് എന്നല്ല, ഉറപ്പായിട്ടും എനിക്കതിൽ വിരോധമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. സമ്മതമല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ ഐ എം സോറി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇഫ് ഐ ഡു സംതിങ്, ഓക്കെ, അങ്ങോട്ട് വിരോധം ഉണ്ടോ എന്നുള്ളതാണ്. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ, നമ്മളാണ് അവിടെ ഇരിക്കുന്നത്. മറ്റാളാണെങ്കിൽ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ, ഓക്കെ, അദ്ദേഹത്തോട് ചെയ്യാനാണ്, അല്ലെങ്കിൽ മറ്റൊരാളോട് ചെയ്യാനായിട്ട് പറയുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ. വേർബിൻ്റെ കൂടെ വേർബ് പ്ലസ് ING ചേർക്കണം. ഓക്കെ, പിന്നെ ഇതിൽ മറ്റൊരു കാര്യം, വുഡ് യു മൈൻഡ് ആണ് വളരെ ഫോർമലായിട്ടുള്ള റിക്വസ്റ്റ്. ഡു യു മൈൻഡ് അതിന് കുറച്ച് താഴെയാണ്.
വളരെ ഫോർമലായിട്ടുള്ളൊരു റിക്വസ്റ്റിന് വുഡ് യു മൈൻഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്തതിനൊക്കെ ഡു യു മൈൻഡ്, അത് ഓർക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. വുഡ് യു മൈൻഡ് ഇഫ് വി മെറ്റ് അറ്റ് ദ കാഫേ? നമ്മൾ കാഫേയിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കണം. വുഡ് യു മൈൻഡ് ഇഫ് വി മെറ്റ് അറ്റ് ദ കാഫേ? ഡു യു മൈൻഡ് ഇഫ് വി മീറ്റ് അറ്റ് ദ കാഫേ? മീറ്റ്. ഡു യു മൈൻഡ് ഇഫ് വി meet at the cafe? Would you mind if I left a few minutes earlier? ഞാൻ കുറച്ച് മുമ്പ് പോകുന്നതിൽ വിരോധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Would you mind if I left a few minutes earlier? Do you mind if I leave a few minutes earlier? Do you mind if I ask you a favor? ഇതൊക്കെ അല്പം ഒരു ഇൻഫോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ചെറിയ സഹായം ചോദിക്കുന്നതിൽ വിരോധമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ ആസ്ക് യു എ ഫേവർ? ഡു യു മൈൻഡ് ഇഫ് ഐ ഹാവ് ദ ലാസ്റ്റ് പൊറോട്ട? ഡു യു മൈൻഡ് ഇഫ് ഐ സ്മോക്ക് ഹിയർ? ഞാനിവിടെ വെച്ച് പുക വലിച്ചുകൊണ്ട് വിരോധമുണ്ടോ എന്ന് ചോദിക്കണം. ഡു യു മൈൻഡ് ഇഫ് ഐ സ്മോക്ക് ഹിയർ? അങ്ങോട്ട് മറ്റൊരാളോട് നമ്മൾ ഒരു റിക്വസ്റ്റ് നടത്താണ്, അദ്ദേഹത്തോട് ചെയ്യാനായിട്ട്, അയാളോട് ചെയ്യാനായിട്ട്. വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ് ദറ്റ് അഗെയിൻ പ്ലീസ്? അത് ഒന്നുകൂടി വിശദീകരിക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്നു. വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ് ദറ്റ് അഗെയിൻ പ്ലീസ്? ഇത് തന്നെ ഡു യു മൈൻഡ് എക്സ്പ്ലെയിനിങ് ദറ്റ് അഗെയിൻ പ്ലീസ്? വുഡ് യു മൈൻഡ് കോളിംഗ് ബാക്ക് ലേറ്റർ? പിന്നീട് തിരിച്ചു വിളിക്കാൻ ആളോടാണ് പറയുന്നത്, പിന്നെ നിങ്ങൾ ഒന്ന് വിളിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഡു യു മൈൻഡ് കോളിംഗ് ബാക്ക് ലേറ്റർ? ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് റീന വിത്ത് ക്ലീനിങ്? റീന ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ റീനയെ ഒന്ന് സഹായിക്കുന്നതിൽ വിരോധമുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഡു യു മൈൻഡ് ഹെൽപ്പിംഗ് റീന വിത്ത് ക്ലീനിങ്? ഡു യു മൈൻഡ് turning the music down a bit? Would you mind paying the taxi driver? ടാക്സിയുടെ കാശ് അദ്ദേഹത്തോട് തന്നെ കൊടുക്കാനാണ് പറയണത്, അതിൽ വിരോധമുണ്ടോ? ഡു യു മൈൻഡ് പേയിങ് ദ ടാക്സി ഡ്രൈവർ? ഡു യു മൈൻഡ് ഫില്ലിങ് ഇൻ ദിസ് ഫോം? ഫില്ലിങ് അപ്പല്ല ട്ടോ, ഫില്ലപ്പല്ല, ഫിൽ ഇൻ ഓർ ഫിൽ ഔട്ട്, ഫോം ഫിൽ ചെയ്യാനായിട്ട്, പൂരിപ്പിക്കാനായിട്ട്. ഡു യു മൈൻഡ് സ്വിച്ചിങ് സീറ്റ്സ് വിത്ത് മീ? നമ്മുടെ സീറ്റ് ആളായിട്ട് കൈമാറാനായിട്ട്, അതിൽ വിരോധമുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇത് പലപ്പോഴും ആവശ്യം വരുന്നതല്ലേ. ഡു യു മൈൻഡ് സ്വിച്ചിങ് സീറ്റ്സ് വിത്ത് മീ? വുഡ് യു മൈൻഡ് സ്വിച്ചിങ് സീറ്റ്സ് വിത്ത് മീ? ഒരല്പം നീങ്ങിയിരിക്കാനായിട്ട് ഡു യു മൈൻഡ് മൂവിങ് എ ബിറ്റ്? അതുപോലെ ബാഗ് ഒന്ന് നീക്കി വയ്ക്കാനായിട്ട് ഡു യു മൈൻഡ് മൂവിങ് യുവർ ബാഗ്? വുഡ് യു മൈൻഡ് കവറിങ് യുവർ നോസ് വെൻ യു സ്നീസ്? എന്നൊക്കെ ചോദിക്കാം. അപ്പം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ മറ്റൊരാൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് വുഡ് യു മൈൻഡ് ഇഫ് ഐ പ്ലസ് വേർബിൻ്റെ പാസ്റ്റ് ടെൻസ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺഡ് ദ വിൻഡോ? ഇത് വളരെ ഫോർമലായിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്. ലെസ് ഫോർമലായാൽ ഡു യു മൈൻഡ് ഇഫ് ഐ പ്ലസ് വേർബിൻ്റെ ബേസ് ഫോം ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? ഇനി നമ്മൾ മറ്റൊരാളോട് ഇതേ കാര്യം ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വുഡ് യു മൈൻഡ് പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി, അല്ലെങ്കിൽ ഡു യു മൈൻഡ് വേർബ് പ്ലസ് ഐ എൻ ജി. അതായത് വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? ഡു യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? തെറ്റിക്കരുത്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ലനാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.